1955 ഏപ്രിൽ 18-ന് ലോകം കണ്ട മഹാപ്രതിഭ ആൽബർട്ട് ഐൻസ്റ്റീൻ മരിച്ച് അദ്ദേഹത്തിന്റെ മൃതദേഹം ദഹിപ്പിച്ചപ്പോൾ ആ തലയോട്ടിക്കുള്ളിൽ തലച്ചോറുണ്ടായിരുന്നോ? അദ്ദേഹത്തിന്റെ അവസാന ആഗ്രഹമനുസരിച്ച് ചടങ്ങുകളില്ലാതെയാണ് മൃതദേഹം ദഹിപ്പിച്ചത്. പക്ഷേ ആ ഷോക്കിംഗ് സത്യം പിന്നീടാണ് പുറത്തു വന്നത്. ഐൻസ്റ്റീന്റെ മൃതദേഹം ദഹിപ്പിക്കുമ്പോൾ തലച്ചോർ ശരീരത്തിലുണ്ടായിരുന്നില്ല. ഐൻസ്റ്റീന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ തോമസ് ഹാർവേ മഹാപ്രതിഭയുടെ തലച്ചോറിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്നറിയാൻ അനുമതിയില്ലാതെ തലച്ചോർ മോഷ്ടിക്കുകയായിരുന്നു. പിന്നീട് ഐൻസ്റ്റീന്റെ മകൻ ഹാൻസ് ആൽബർട്ടിന്റെ സമ്മതത്തോടെ അത് ഗവേഷണത്തിനായി ഉപയോഗിക്കുകയും ചെയ്തു ഈ ഡോക്ടർ. സാധാരണ മനുഷ്യന്റെ തലച്ചോറിന് 1200 മുതൽ 1600 ഗ്രാം വരെ തൂക്കമുണ്ടാകും. ഐൻസ്റ്റീന്റെ തലച്ചോറിന് 1230 ഗ്രാം തൂക്കമുണ്ടായിരുന്നു, സാധാരണ പരിധിക്കുള്ളിൽ തന്നെ. ഡോക്ടർ ഈ തലച്ചോർ 170 കഷ്ണങ്ങളാക്കി 100 കണക്കിന് സ്ലൈഡുകൾ ഉണ്ടാക്കി ലോകമെമ്പാടുമുള്ള ഗവേഷകർക്ക് പഠനത്തിനായി അയച്ചുകൊടുത്തു. പക്ഷേ മഹാപ്രതിഭയുടെ ഒരു മാജിക്കൽ രഹസ്യവും ആ തലച്ചോറിൽ നിന്ന് കണ്ടെത്താനായില്ല എന്നതാണ് സത്യം. 1980-കളിൽ നടത്തിയ പഠനങ്ങളിൽ സന്ദേശങ്ങൾ കൈമാറുന്ന കോശങ്ങൾ അല്പം ഇതിൽ കൂടുതലാണെന്ന് മാത്രം കണ്ടെത്തിയിരുന്നു. അതൊഴിച്ചാൽ ഐൻസ്റ്റീന്റെ മസ്തിഷ്കവും സാധാരണ മനുഷ്യൻ്റെതും ഏറെക്കുറെ ഒരുപോലെ തന്നെയായിരുന്നു. അതോടെ ബുദ്ധി തലച്ചോറിന്റെ വലുപ്പത്തിലല്ല, അത് ഉപയോഗിക്കുന്ന രീതിയിലാണ് കാര്യമെന്ന് ലോകത്തിന് ബോധ്യപ്പെട്ടു. ഐൻസ്റ്റീൻ പറഞ്ഞതുപോലെ, എനിക്ക് പ്രത്യേക കഴിവുകളൊന്നുമില്ല, ഉള്ളത് അറിയണമെന്ന അതിയായ ആഗ്രഹം മാത്രം.